കായിക താരങ്ങൾ നാടിൻ്റെ പൊതുസ്വത്താണെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഫുട്ബോൾ ടർഫിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ. ഗുരുവായൂരപ്പൻ കോളേജ് വളരെ ദൂരത്താണ്, ഫറൂഖ് കോളേജ് വളരെ ദൂരത്താണ്. അപ്പം ഞാൻ കളിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ കളിക്കുന്നത് വെച്ചാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യണം ഇവരുടെ കൂടെ. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള സുധീർ, ഇന്ത്യൻ താരമായിട്ടുള്ള സേതുമാധവൻ, ഇന്ത്യൻ താരമായിട്ടുള്ള പ്രേംനാഥ് ഫിലിപ്സ്, ഇന്ത്യൻ താരമായിട്ടുള്ള നജീബ്, ഇവരെല്ലാവരും ഇനിയുണ്ട് താരങ്ങൾ ബാക്കി. പ്രസന്നൻ പിന്നെ മഹീന്ദ്രക്ക് പോയി. അവരുടെ കൂടെയൊക്കെയാണ് ഞാൻ കളിച്ചത്. അപ്പോൾ അവർ കളിക്കാൻ സമ്മതിച്ചത് ഈ ഗഫൂർ ഡോക്ടറുടെ മകനെ കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ ഓടിച്ചേരാം. അപ്പോൾ ഒരു ബോൾ പിക്കറായിട്ടും ഒരു ബോൾ കിക്കറായിട്ടൊക്കെ ഞാൻ അവരുടെ കൂടെ കളിച്ചിരുന്നു. അതാവുമ്പോൾ വലിയ സന്തോഷം തോന്നി ശ്രീ പാപ്പച്ചനൊക്കെ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു തലമുറ നമുക്കറിയാം, മണിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ജയിച്ചു. പിന്നെ നിങ്ങളുടെയൊക്കെ ടീം വന്ന് പാപ്പച്ചനും വിജയനും ജോ പോൾ അഞ്ചേരിയും അങ്ങനെ തന്നെ രാജയും വിജയനും പിന്നെ കാൾട്ടൺ ചാപ്മനും ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ ബൈച്ചും കൂട്ടിയ വരെയുള്ള ഒരുപാട് പ്ലേയേഴ്സ് വന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയൊരു കളി ടീമുണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു അലിൻ്റെ റിക്രിയേഷൻ ക്ലബ് കുണ്ട്ര. കേരളത്തിനെ ഫുട്ബോളിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തിച്ച ആദ്യത്തെ ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അലിൻ്റെ റിക്രിയേഷൻ ക്ലബ് കുണ്ട്രയും. പക്ഷേ മലയാളികളുടെ സ്വതസിദ്ധമായ കുത്തിത്തിരിപ്പ് സ്വഭാവം ഉണ്ടാവും. ഇപ്പോൾ കുത്തിത്തിരിപ്പുള്ളതുകൊണ്ട് 2 കൊല്ലം കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ക്ലബ്ബ് കൂട്ടിച്ച് അനേകം ക്ലബ്ബുകൾ മയ്യത്തായിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയാലോ. അതായത് എവിടെ പോയാലും ഒരു കുത്തിത്തിരിപ്പുണ്ടാവും. ആ സ്വഭാവമല്ലേ ഇവരെ ഇത്തെ. അപ്പോൾ അതുകൊണ്ട് ഫുട്ബോളിലും കുത്തിത്തിരിപ്പ്, സിനിമയിലും കുത്തിത്തിരിപ്പ്. ആ നിലക്ക് അങ്ങനെയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറിയ പാഠം പറഞ്ഞാലോ. നിങ്ങൾ ദയവ് ചെയ്ത് വിചാരിക്കരുത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എല്ലാം. ഞാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ CV പാപ്പച്ചൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, MES എയ്ഡഡ് സ്കൂൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VU ഹംസക്കോയ എന്നിവർ പ്രത്യേക അതിഥികളായി. സ്കൂൾ ചെയർമാൻ KK സുൽഫി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് PK അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ ട്രഷറർ PK റഷീദ് നന്ദി പറഞ്ഞു. MES ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ, സെക്രട്ടറി KM അബ്ദുൾ ജമാൽ, പ്രിൻസിപ്പൽ CM ഫിറോസ്, ഹെഡ് മിസ്ട്രസ് AA അനീസ എന്നിവർ സംസാരിച്ചു.